السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹല്ല ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസങ്ങളിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹുവേ നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശക്തമായ മഴ പെയ്യുന്ന സമയമാണ്. മഴ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമാണ്, മനോഹരമായ കാഴ്ചയാണ്. എങ്കിലും തിമിർത്ത് പെയ്യുന്ന ഈ മഴ കാരണം കൊണ്ട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 2-3 ദിവസം കുട്ടികൾക്ക് അവധി പ്രഖ്യാപിക്കുകയുണ്ടായി. എങ്കിലും ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, പഴയ കാലത്ത് മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ മഴ എന്ന് കേൾക്കുമ്പോൾ വലിയ പേടിയാണ്, വലിയ ഭീതിയാണ്. കാരണം വർത്തമാന കാല സാഹചര്യത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭവാർത്തകളല്ല. ഒരുപാട് ആളുകൾ പ്രയാസത്തിൽ കഴിയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാവർക്കും സലാമത്ത് കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് മഴ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ആസം എന്ന് പറയുന്ന സംസ്ഥാനം ഏകദേശം 70 ലക്ഷം ആളുകൾ പ്രയാസത്തിലാണ് ഇന്നത്തെ കണക്കനുസരിച്ച്. ഏകദേശം ഇന്ന് 98 ആളുകൾ മരണപ്പെട്ടു പോയി. 800ഓളം ഗ്രാമങ്ങൾ ഇന്നും വെള്ളത്തിനടിയിലാണ്. എങ്കിലും ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകളുടെ മയ്യത്ത് കാത്തുകൊണ്ട് അവരെല്ലാവരും ഇന്ന് ഇരിക്കുന്ന ഒരു പ്രയാസകരമായ ഒരു ഘട്ടമാണ്. അല്ലാഹുവേ, അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. ഇത്തരം പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സുരുകി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥന നിർവഹിക്കണം. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രളയ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ആസം. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ നദികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി. അതേപോലെ ഏകദേശം 50ഓളം നദികൾ, ചെറിയ നദികളൊക്കെ ഒഴുകുന്നത് ഈ ആസമിന്റെ പരിസരത്തിലൂടെയാണ്. മാലിന്യങ്ങളും മറ്റും ഒരുമിച്ച് കൂടുമ്പോൾ എന്തെയും ആസം പൂർണ്ണമായും അടിയിലാകുന്ന ഒരു അവസ്ഥയാണ്. അത് ഇന്നും ഇന്നലെയും ഉണ്ടാകുന്ന സമയമല്ല. നല്ലതുപോലെ മഴ പെയ്യുമ്പോൾ അവർക്കെല്ലാവർക്കും പേടിയാണ്, ഭീതിയാണ്. പക്ഷെ അതിനെ അതിജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ പരാജയമാണ് അവർ അനുഭവിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞത്, ഖുലിഖൽ ഇൻസാന ദഈഫ, മനുഷ്യന്മാരെ ഞാൻ ദുർബലനായിട്ടാണ് ഈ ഭൂമി ലോകത്തേക്ക് ഞാൻ പടച്ചു വിട്ടത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വാർദ്ധക്യം തരണം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല, മരണത്തെ തരണം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല. അതേപോലെ പ്രളയങ്ങളെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും തരണം ചെയ്യാൻ
മനുഷ്യന് സാധ്യമല്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് പ്രധാനമായും ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇന്നും ഒളിമങ്ങാത്ത ഓർമ്മകളായിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ഏകദേശം 298 ആളുകളാണ് മരണപ്പെട്ടു പോയത്. ഈ കഴിഞ്ഞ ജൂലൈ 30 വന്നാൽ 2 വർഷം തികയുകയാണ്. എങ്കിലും ഇന്നും ഒളിമങ്ങാത്ത ഓർമ്മകളായിക്കൊണ്ട് ഇന്ന് മനുഷ്യന്മാരായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ട് എങ്കിൽ ഓരോ മരണങ്ങൾ വരുന്ന ഓരോ ദുരിതങ്ങളും വരുന്ന സമയത്ത് അതൊരു പക്ഷേ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് നൽകുന്ന പരീക്ഷണങ്ങളാവാം. ആ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ വേണ്ടി ഇന്ന് വരേക്കും ഒരു മനുഷ്യനും സാധ്യമല്ല. അത് ഇലാ യൗമിൽ ഖിയാമ നാൾ വരേക്കും ഇതില്ല, അതിന് സാധ്യമല്ല. പക്ഷേ പരീക്ഷണങ്ങളും ദുരിതങ്ങളും വരുന്ന സമയത്ത് ക്ഷമയോടുകൂടി നമ്മൾ മുന്നേറുകയാണ് എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉന്നതമായ സ്ഥാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകും. ഈ ദുരിതങ്ങളും അതേപോലെ പ്രത്യേകിച്ച് മഴകളൊക്കെ വരുന്ന സമയത്ത് മഴയെ നമ്മൾ ഒരു വിധത്തിലും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഴ പെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റഅൽ മതറ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഴ വർഷിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യും, അല്ലാഹുമ്മ ജഅൽഹു സ്വയ്യിബൻ നാഫിഅ. അല്ലാഹുവേ ഈ മഴയെ ഞങ്ങൾക്ക് ഗുണകരമായ മഴയാക്കി തരണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രാർത്ഥനയാണ് മഴ വർഷിക്കുന്ന സമയത്ത് നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ മിന്നൽ എറിയുമ്പോ അല്ലെങ്കിൽ ഇടിവെട്ടുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിവർണമാകും. മുഖത്തിന്റെ രൂപത്തിലുള്ള ഭാവവ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട് എന്ന് മഹദിയായ ആയിഷ ബീവി പറയുകയാണ്. ഇടിവെട്ടുന്ന സമയത്ത് മിന്നൽ എറിയുന്ന സമയത്ത് നല്ല ശക്തമായ മഴ വർഷിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നമ്മൾ എല്ലാവരും ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥനയിലൂടെ പറയുന്നത്? അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക. അല്ലാഹുവിന്റെ നിന്റെ ദേഷ്യം കൊണ്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ, ഞങ്ങളെ നീ അക്രമം കാണിക്കല്ലേ, ഞങ്ങളെ നീ കൊല്ലരുത്. അവലാ തുഹ്ലിക്നാ ബിഅദാബിക. നിന്റെ ഭീകരമായ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കല്ലേ. വആഫിനാ ഖബ്ല ദാലിക. അതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സമാധാനം നൽകണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മഴ വർഷിക്കുന്ന സമയത്ത് ആ മഴ ഗുണകരമാവാൻ വേണ്ടിയിട്ട് നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മഴ എന്ന് പറയുന്നത് ദുരിതമാവാതിരിക്കാൻ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുക. 2 സമയത്തുള്ള പ്രാർത്ഥന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തട്ടൂല എന്നാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. സിൻതാനി ലാ തുറദ്ദാനി. 2 സമയത്തുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടൂല. ഒന്നാമത്തേത് അദ്ദുആ ഇൻദൻ നിദാ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കിന് ശേഷം നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടും. ആ പ്രാർത്ഥന അല്ലാഹു തട്ടൂല. അതേപോലെ രണ്ടാമത്തെ പ്രാർത്ഥന തട്ടാത്ത രണ്ടാമത്തെ സമയം വഖ്തുൽ മതർ. മഴ വർഷിക്കുന്ന സമയത്ത് ആ മഴ ഗുണകരമാവാൻ വേണ്ടിയിട്ട് അതേപോലെ ദുരന്തങ്ങളും ആവാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു തട്ടൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഴ വർഷിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും വഴിയിലേക്ക് പോവാനിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോവാനിരിക്കുകയായിരിക്കും, എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പണ്ടാരടങ്ങാൻ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് മഴയെ നമ്മൾ
നമ്മൾ ശപിക്കരുത്. മഴ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെ മഴ വർഷിക്കുന്ന സമയത്ത് അതുപോലെ നല്ല നല്ല ചെടികളും അതേപോലെ നല്ല മരങ്ങളും വെച്ച് പിടിപ്പിച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. പരീക്ഷണങ്ങൾ വരുമ്പോ ഒരുപക്ഷെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ക്ഷമയോടുകൂടി നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന കൃത്യമായി കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മഴ എന്ന് പറയുന്ന മഴയിൽ വരുന്ന ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പരീക്ഷണം ഏത് വിധത്തിലും വരും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളെ ഭയം കൊണ്ട്, അതേപോലെ വിശപ്പ് കൊണ്ട്, അതേപോലെ ധനനഷ്ടം കൊണ്ട്, അതേപോലെ ജീവനഷ്ടം കൊണ്ട്, അതേപോലെ വ്യത്യസ്ത പരീക്ഷണങ്ങളെ കൊണ്ട് ഞാൻ പരീക്ഷിക്കും. ആ സമയത്ത് ആരാണോ ക്ഷമയോടുകൂടി മുന്നേറിയത് എങ്കിൽ അവനാണ് വിജയി, അവനിക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ക്വാളിറ്റി, ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറലല്ല. വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ, ഒരു മുഅ്മിനായ ഒരു വിഭാഗം ആളുകൾക്കുള്ള വിശേഷം എന്താണെന്നറിയുമോ? ഒരു വിഭാഗം ആളുകൾ അവർക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോ, എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോ, ദുഃഖങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് കരുതി ക്ഷമയോടുകൂടി മുന്നേറി കഴിഞ്ഞാൽ ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മഴകൾ വരുന്ന മഴ പെയ്യുന്ന സമയത്ത് ശാപവാക്കുകൾ പറയാതെ അതിൽ നല്ല പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ ചോദിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബ് തആല ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. അത്തരം ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി നമ്മെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.